സമയക്രമം പാലിക്കാനെന്ന പേരിൽ അവർ നടത്തിയിരുന്ന മരണപ്പാച്ചിലുകളിൽ എത്ര നിരപരാധികളുടെ ജീവനാണ് കവർന്നെടുത്തത്. രണ്ട് ബസ്സുകൾ തമ്മിലുള്ള മത്സരോട്ടത്തിൽ കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും നിരന്തരം ഇരകളായി. ഹോൺ മുഴക്കി ഭയപ്പെടുത്തി ചെറിയ വാഹനങ്ങളെ റോഡരികിലെ കുഴികളിലേക്ക് തള്ളിയിടുന്ന പ്രവണത അവരുടെ ഒരു വിനോദമായിരുന്നു. സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും ഇന്ന് നേരിടുന്ന കടുത്ത പ്രതിസന്ധികളും അവരുടെ വിലാപങ്ങളും കാണുമ്പോൾ കേരളത്തിലെ ഏതൊരു സാധാരണക്കാരന്റെ മനസ്സിൽ ആദ്യം ഉയർന്നു വരുന്ന ചിന്ത അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴും എന്നതാണ്. വർഷങ്ങളായി കേരളത്തിലെ നിരത്തുകളിൽ അവർ കാണിച്ചു കൂട്ടുന്ന അഹങ്കാരത്തിന്റെ തോന്നിവാസങ്ങൾക്കും പ്രകൃതി തന്നെ നൽകിയ തിരിച്ചടിയാണിത്. പിന്നെ പ്രിയദർശിനി പോലുള്ള ഗവൺമെന്റ് ബസ്സുകളുടെ കടന്നുവരവും ലേഡീസിന് നൽകിയ യാത്രാ സൗജന്യവും ഈ അഹങ്കാരത്തിന്റെ മുന ഒടിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലെ റോഡുകളിൽ ഒരു കാലത്ത് നിയമം എന്നത് സ്വകാര്യ ബസ്സുകാരുടെ പോക്കറ്റിലായിരുന്നു. സമയക്രമം പാലിക്കാനെന്ന പേരിൽ അവർ നടത്തിയിരുന്ന മരണപ്പാച്ചിലുകളിൽ എത്ര നിരപരാധികളുടെ ജീവനാണ് കവർന്നെടുത്തത്. രണ്ട് ബസ്സുകൾ തമ്മിലുള്ള മത്സരോട്ടത്തിൽ കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും നിരന്തരം ഇരകളായി. ഹോൺ മുഴക്കി ഭയപ്പെടുത്തി ചെറിയ വാഹനങ്ങളെ റോഡരികിലെ കുഴികളിലേക്ക് തള്ളിയിടുന്ന പ്രവണത അവരുടെ ഒരു വിനോദമായിരുന്നു. അവറ്റകളുടെ മത്സരോട്ടത്തിൽ പൊലിഞ്ഞ ജീവനുകളുടെയും പരിക്കേറ്റ് ഇന്നും നരകയാതന അനുഭവിക്കുന്നവരുടെ ശാപം തന്നെയാണ് ഈ മേഖലയെ ഇന്ന് വേട്ടയാടുന്നത്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ കണ്ണുനീരിന് കാലം കൊടുത്ത മറുപടിയാണിത്. യാത്രക്കാർ പണം കൊടുത്ത് ടിക്കറ്റ് എടുത്താണ് യാത്ര ചെയ്യുന്നതെന്ന അടിസ്ഥാന ബോധം പോലും ഇല്ലാത്ത പല ബസ് ജീവനക്കാരും ഉണ്ടായിരുന്നു. കൺസെഷൻ നൽകി യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതിരിക്കുക, കയറ്റിയാൽ തന്നെ മോശമായി പെരുമാറുക, മഴയത്ത് പോലും കുട്ടികളെ ബസ്സിന് പുറത്ത് നിർത്തുക തുടങ്ങിയ ക്രൂരതകൾ നിത്യ സംഭവങ്ങളായിരുന്നു. പിന്നെ പ്രായമായവർ ബസ്സിൽ കയറുന്നതിനോ ഇറങ്ങുന്നതിനോ മുമ്പ് തന്നെ ബെല്ലടിച്ച് വണ്ടി മുന്നോട്ടെടുത്ത് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ ഒരു ശീലമായിരുന്നു. സ്ത്രീകളോട് അപമര്യാദയായി സംസാരിക്കുന്ന കണ്ടക്ടർമാരും കുറവായിരുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ അവർക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തിരിച്ചടികളിൽ ജനങ്ങൾക്ക് ലെവലേശം പോലും സഹതാപമില്ല എന്നത് വ്യക്തമാണ്. പിന്നെ സർക്കാർ തലത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേക സർവീസുകൾ, അതായത് പ്രിയദർശിനി പോലുള്ള സംരംഭങ്ങൾ, അതൊക്കെ തുടങ്ങിയത് സ്വകാര്യ ബസ്സുകാരുടെ നട്ടെല്ലൊടിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. സ്ത്രീകൾ സുരക്ഷിതമായി അപമാനിക്കപ്പെടാതെ യാത്ര ചെയ്യാൻ ഇത്തരം സർക്കാർ സർവീസുകൾ അവസരമൊരുക്കി. ഈ പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാരുടെ ആക്രോശങ്ങൾ കേൾക്കാതെ സമാധാനപരമായി യാത്ര ചെയ്യാമെന്നത് വലിയൊരു ആശ്വാസമായി മാറി. ഇന്ന് പല ബസ് ഉടമകളും തൊഴിലാളികളും നടത്തുന്ന രോദനം യഥാർത്ഥത്തിൽ അവർക്ക് പഴയതുപോലെ മേലാളന്മാരായി വിലസാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്തുള്ള വിഷമം മാത്രമാണ്. ആളുകളെ കുത്തി നിറച്ച് മോശമായി പെരുമാറി കാശുണ്ടാക്കിയിരുന്ന ആ ഒരു സുവർണകാലം അവസാനിച്ചതിന്റെ നിരാശയാണ് അവറ്റകളുടെ വാക്കുകളിൽ കാണാൻ കഴിയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളും ഈ ട്രാൻസ്പോർട്ട് രംഗത്ത് ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങൾ കേരളം കണ്ടുപഠിക്കേണ്ടതുണ്ട്. കാലത്തിനനുസരിച്ച് മാറാൻ നമ്മൾ തയ്യാറാകണം. നമുക്ക് ഉദാഹരണമായി തമിഴ്നാട് സർക്കാർ ബസ്സുകൾ തന്നെ എടുക്കാം. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്നുണ്ട്. വെറും 5 രൂപയ്ക്ക് കിലോമീറ്ററുകളോളം നമുക്ക് യാത്ര ചെയ്യാം. അവിടെ സ്ത്രീകൾക്ക് യാത്ര പൂർണ്ണമായി സൗജന്യമായതോടെ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം ഗണ്യമായി കുറഞ്ഞു. ആ ഒരു ടിക്കറ്റ് റേറ്റിന്റെ കാര്യമൊക്കെ നമ്മുടെ കേരളവും കൊണ്ടുവന്നാൽ അത് സ്വകാര്യ ബസ്സുകളുടെ അമിത അധികാരത്തിന് അന്ത്യം കുറിക്കും. ഇവിടെ 12 രൂപ മിനിമം ചാർജ് എന്നത് വളരെ കൂടുതൽ തന്നെയാണ്. ഇവിടെ സ്വകാര്യ ബസ്സുകൾ ഇത്രത്തോളം അപകടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് സർക്കാരുകൾ നടപടിയെടുക്കാൻ ഭയന്നു എന്നത് വലിയൊരു ചോദ്യമാണ്. അതിന്റെ മെയിൻ കാരണം ബസ് ഉടമകളുടെ ലോബി തന്നെയാണ്. മുൻകാലങ്ങളിൽ കേരളത്തിലെ ഗതാഗത രംഗം പൂർണ്ണമായി അവറ്റകളുടെ നിയന്ത്രണത്തിലായിരുന്നു. എന്ത് നടപടിയെടുത്താലും ഉടൻ തന്നെ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ച് ജനജീവിതം സ്തംഭിപ്പിക്കുക എന്നതായിരുന്നു ഇവരുടെ തന്ത്രം. ആ ഒരു ഭീഷണിക്ക് മുന്നിൽ പലപ്പോഴും ഭരണകൂടങ്ങൾ മുട്ടുമടക്കി. പല ബസ് ഉടമകളും വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവരായതിനാൽ കർക്കശ നടപടികൾ എടുക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. ഗവൺമെന്റ് പലതരം പുതിയ സംരംഭങ്ങളും, അതായത് പുതിയ ബസ്സുകളും ആരംഭിക്കുകയും പതുക്കെ KSRTCയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതോടെ സ്വകാര്യ ബസ്സുകാരുടെ വിലപേശൽ നഷ്ടപ്പെട്ടു. ചുരുക്കത്തിൽ സാധാരണക്കാർ വളരെ കുറച്ച് നാളുകളായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് ഇവരുടെ അഹങ്കാരം കുറയ്ക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് ജനങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്ന സമയത്താണ് കൃത്യമായ ഇരട്ടടി സ്വകാര്യ ബസ് വ്യവസായത്തിന് കിട്ടിയത്. പൊതുഗതാഗതം എന്നത് ജനസേവനമാണ്, അല്ലാതെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ലാഭം കൊയ്യാനുള്ള ഒരു മാർഗമല്ല. നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെ മാതൃകയാക്കി KSRTCയും കൂടുതൽ ശക്തമാക്കുകയും ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് കേരളം ചെയ്യേണ്ടത്. പിന്നെ കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, ജനങ്ങളോട് മാന്യമായി പെരുമാറാൻ പഠിക്കാത്ത ഏത് വ്യവസായവും തകർന്നടിയുക തന്നെ ചെയ്യും എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് കേരളത്തിലെ സ്വകാര്യ ബസ് മേഖല. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം.